കൊച്ചിയിലോട്ട് വരാൻ എപ്പോഴും എനിക്ക് ആഗ്രഹമായിരുന്നു. സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും കൊച്ചി തന്നെയാണ്. അച്ഛൻ പണ്ട് ഭയങ്കര സിനിമക്കാരനാണ്. അച്ഛൻ സുഹാസിനിയുടെയൊക്കെ വലിയ ഫാനായിരുന്നു. എന്നെ ഡെലിവറിക്ക് അമ്മയെ ലേബർ റൂമിൽ കയറ്റിയ സമയത്ത് അച്ഛൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അത്യാവശ്യം എഡിറ്റ് ചെയ്യും, അത്യാവശ്യം ക്യാമറ വർക്ക് ചെയ്യും, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്, മ്യൂസിക് ചെയ്യാറുണ്ട്, മ്യൂസിക്കിൽ ലിറിക്സ് എഴുതാറുണ്ട്, ഡയറക്ഷൻ ചെയ്യാറുണ്ട്, അഭിനയിക്കാറുണ്ട്. ഒരു രീതിയിലും നമ്മൾ തൊഴിൽരഹിതരാവാൻ പാടില്ല എന്നുള്ളൊരു ടിക്ടോക്കിൽ അത്യാവശ്യം റീച്ച് കിട്ടി. ഏകദേശം ഒരു 60K ഒക്കെ പ്രൊഫൈലിലായപ്പോൾ ടിക്ടോക്ക് നിരോധിച്ചു. അഭിനയമാണ് എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിലുപരി എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ ഡയറക്ഷനാണ്. ഒരാളുടെ മുമ്പ് പറയാൻ പറ്റും ഹണീബിയുടെ ഡയറക്ടർ ഞാനാണ്. റീൽസ് ചെയ്യുന്നവർക്കൊക്കെ സിനിമയിൽ കയറാൻ വളരെ എളുപ്പമാണ്. ശരിക്കും അതിനോട് യോജിക്കുന്നുണ്ടോ? പള്ളിച്ചട്ടമ്പിയിൽ ചെറിയ റോളുണ്ട്, പടം ഇറങ്ങുമ്പോൾ പടത്തിലുണ്ടാവും എന്ന് എനിക്കറിയില്ല. അത് ഭാഗ്യം പോലെ ഇരിക്കും. സിനിമാക്കാർക്കെല്ലാം കൊച്ചിയിൽ വന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള തോട്ട് വന്നതുകൊണ്ട് ഞാനും കൊച്ചിയിൽ മഴവിൽ മനോരമയിൽ വന്നത് ഈ അമ്മയുടെ ഷോയിലാണ് സുരേട്ടൻ നേരിട്ട് സംസാരിക്കുന്നത്. പിന്നെ ലാലേട്ടനായിട്ട് ഫോട്ടോ എടുത്തു, ലാലേട്ടനായിട്ട് സംസാരിച്ചു. ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ. നമുക്ക് എവിടെ പോയാലും വില ഉണ്ടാകത്തില്ല. ഞാൻ ജനിച്ച് ജീവിച്ചത് ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. വീട്ടുകാരുടെ സൈഡിൽ നോക്കുമ്പോൾ അവർ പറയുന്നത് സിനിമ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല, സാമ്പത്തിക അടിത്തറ സിനിമയിൽ നിന്ന് കിട്ടുമെന്ന് എന്താ ഉറപ്പ്, ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തോ വിചാരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവരും കളിയാക്കും, എന്താണ് കാണിക്കുന്നത് ഇവിടെ, എനിക്ക് ഭ്രാന്താണോ? വീഡിയോസ് കഴിയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഡിമോട്ടിവേറ്റ് ചെയ്യും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഹായ് ഹലോ, ഞാൻ നവനിത. ഇന്ന് എൻ്റെ കൂടെയുള്ള ആള് നിങ്ങൾക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ അത് ഏത് പ്ലാറ്റ്ഫോം ആയാലും, ഇപ്പോൾ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമാണ് ഈ മുഖം. മിസ്റ്റർ രാഹുൽ ചന്ദ്രൻ. ഹാപ്പിലി വെൽക്കം ചേട്ടാ. അപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയ താരം എന്ന് പറഞ്ഞത് തന്നെ ഞാൻ അതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ന് പറയുന്നതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു ചേട്ടന്. ഒരു മെർച്ചന്റ് ടി വിക്കാരൻ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ശരിക്കും അതിൽ നിന്നൊരു ഇൻട്രസ്റ്റിംഗ് ചേഞ്ച് ആണ് ഇപ്പുറത്തേക്ക് വന്നേക്കുന്നത്. ഭയങ്കര ഒരു ഡിഫറെന്റ് കാറ്റഗറിയിൽ നിന്ന് പിന്നെ ഒരു ഡിഫറെന്റ് കാറ്റഗറിയിലേക്ക് പോയേക്കുന്നത്. ആ ഒരു ചേഞ്ചിനെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? മെർച്ചന്റ് നേവി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം. അതായത് ചെറുപ്പത്തിലെ ഈ പോപ്പോയിലെ കാർട്ടൂണൊക്കെ കണ്ടപ്പോഴേ ഉള്ളൊരു ഡ്രീമായിരുന്നു. എങ്ങനെയെങ്കിലും പോപ്പോയെ പോലെയൊക്കെ ആവണം, കപ്പലിലൊക്കെ കയറണം. കടൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. കടൽ കാണാൻ പോവുക, ബോട്ട് യാത്ര ചെയ്യുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചൈൽഡ്ഹുഡിൽ പോപ്പോയി കാർട്ടൂണൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ശരി വിചാരിച്ചു എന്തെങ്കിലും കരിയർ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കരിയർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണെന്ന് നമുക്ക് അന്വേഷിച്ചു. അപ്പോൾ ഒരു സാറ്, ഒരു ബിജു എസ് പത്മനാഭൻ എന്ന് പറയുന്ന സാറാണ് എൻ്റെ അടുത്ത്. ഞാൻ BSc നോട്ടിക്കൽ സയൻസ് എന്നൊരു കോഴ്സ് ഉണ്ട്, ക്യാപ്റ്റനാ പറ്റുന്ന കോഴ്സാണ്. അപ്പോൾ അതിലൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻട്രൻസ് ചെയ്ത് കിട്ടി. അങ്ങനെയാണ് മെർച്ചന്റ് നേവി ചൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ മുന്നാടിയേ സിനിമ തലയിലുണ്ടായിരുന്നു. പക്ഷേ സിനിമയോട് വീട്ടുകാർക്ക് വല്ല താല്പര്യമില്ലായിരുന്നു. കാരണം പറയാം, വീട്ടുകാരുടെ സൈഡിൽ നോക്കുമ്പോൾ അവർ പറയുന്നത് സിനിമ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല, സിനിമ അല്ല ഒന്നിനും ബേസ്, നിനക്കൊരു സാമ്പത്തിക അടിത്തറ സിനിമയിൽ നിന്ന് കിട്ടുമെന്ന് എന്താ ഉറപ്പ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. പിന്നെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം സിനിമയ്ക്കെതിരെയാണ്. കാരണം എൻ്റെ നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ എനിക്കറിയാവുന്ന ഓരോ സിനിമക്കാരും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സിനിമ സ്വപ്നം കാണുക എന്ന് പറഞ്ഞത് ഇത്തിരി ചടങ്ങാണ്. എൻ്റെ ഒരു അറിവില് ചേട്ടൻ്റെ ആദ്യത്തെ പടം ഹോളിവുഡിലാണ്. ഹോളിവുഡിൽ നിന്ന് മോളിവുഡിലേക്ക് എന്നാണ്. അപ്പോൾ ഹോളിവുഡിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞങ്ങളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു സാധനമാണത്. അപ്പൊ അത് ആദ്യം തുടങ്ങിയ ആളാണ് ചേട്ടൻ. അപ്പൊ എന്താണ് ഹോളിവുഡിന്റെ? ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു IMDb-യിലാണ് പടം റിലീസ് ആയത്. ഡിഡിമസ് എന്നാണ്. 2023-24 കാലഘട്ടത്തിലാണ് അത് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത്, എടാ അമേരിക്കയിൽ നിന്നൊരു പടം വരുന്നുണ്ട്, വലിയ ടീമാണ് വരുന്നത്. അപ്പോൾ അതിൽ തോമാസ് ലീഹയുടെ കേരളത്തിലുള്ളൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തോമാസ് ലീഹയുടെ ശിഷ്യനായിട്ട്, അല്ലെങ്കിൽ തോമാസ് ലീഹ കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളായിട്ടാണ് ഒരു വേഷമുണ്ട്, വന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വന്നു. ഫസ്റ്റ് ചോദിച്ചതാണ്, നിനക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് കുഴപ്പമില്ലടാ, അഡ്ജസ്റ്റ് ചെയ്യാതുള്ള രീതിയിൽ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു ട്രയൽ നടത്തി നോക്കി, അവർക്ക് ഓക്കെ ആയി. അങ്ങനെയാണ് സിനിമയിൽ പ്ലേസ്ഡ് ആവുന്നത്. സിനിമ 2024 ഡിഡിമസ്. യൂട്യൂബിൽ ട്രെയിലറൊക്കെ ഉണ്ട്. ട്രെയിലറിൽ ഞാനില്ല. ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ തുടങ്ങി, സെലിബ്രിറ്റി ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ തുടങ്ങി, അങ്ങനെ അതിനേക്ക് കാലെടുത്ത് വെച്ചു എന്നത് കേട്ടു. എങ്ങനെയുണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ? മെർച്ചന്റ് നേവിയിൽ എന്തായാലും ഇറങ്ങി. അപ്പം നമുക്ക് അറിയാവുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ മീഡിയ ആണ്, ദൃശ്യമാധ്യമമാണ്. അപ്പം ഒരു രീതിയിലും നമ്മൾ തൊഴിൽരഹിതരാവാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയും ഞാനിപ്പം അത്യാവശ്യം എഡിറ്റ് ചെയ്യും, അത്യാവശ്യം ക്യാമറ വർക്ക് ചെയ്യും, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്, മ്യൂസിക്കിൽ ലിറിക്സ് എഴുതാറുണ്ട്, മ്യൂസിക് ചെയ്യാറുണ്ട്, പിന്നെ ഡയറക്ഷൻ ചെയ്യാറുണ്ട്, അഭിനയിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇന്റർവ്യൂ എന്തുകൊണ്ട് ട്രൈ ചെയ്ത് വിടാമെന്ന് തോന്നി. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പഠിച്ചു വരുന്നു. ഒരു തുടക്കക്കാരൻ്റെ എല്ലാവിധ പോരായ്മകളും ഉണ്ട്, എന്നാലും പഠിച്ചു വരുന്നു. മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ഒരു ചാനലില് ചേട്ടൻ AD ആയിട്ട് ബമ്പർച്ചിരി പിന്നെ പണം പോണത്ത് ഇതിനകത്ത് AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ബയോയില് വായിച്ചു. അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് എന്തെങ്കിലും ഷെയർ ചെയ്യാം? മഴവിൽ മനോരമയിൽ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അമ്മ ഷോ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ സെലിബ്രിറ്റീസിന് അമ്മ ഷോ. അപ്പം അമ്മ ഷോ
അമ്മ ഷോയിൽ എങ്ങനെയെങ്കിലും കോർഡിനേറ്റർ ആയിട്ടൊക്കെ കയറി പറ്റാൻ പറ്റുകയാണെങ്കിൽ അത് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതായത് ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, ഒരുപാട് ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് എയിം മഴവിൽ മനോരമയിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അമ്മ ഷോയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അടൂര് ഞാൻ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ പരിപാടിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ മഴവിൽ മനോരമയിൽ നിന്ന് കോൾ വരുന്നത്. ഫിക്ഷൻ ഹൗസ് എന്നാണ് അതിൻ്റെ പേര്, ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മഴവിൽ മനോരമയിൽ ജോയിൻ ചെയ്ത്. മഴവിൽ മനോരമയിൽ ജോയിൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 6-7 മാസം മാത്രമേ മഴവിൽ മനോരമയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഭാഗ്യം എന്ന് പറയാം, ഞാൻ ജോയിൻ ചെയ്ത് 4th month അമ്മ ഷോടെ വന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് കോർഡിനേറ്ററായിട്ട് അതിൽ ജോയിൻ ചെയ്യാനും പറ്റി. സോ എൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് എനിക്ക് മാക്സിമം കോൺടാക്റ്റ് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ബിഹൈൻഡ് ക്യാമറയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം വാല്യൂ കിട്ടുന്നുണ്ടെന്നുള്ളത് ബിഹൈൻഡ് ക്യാമറ നിൽക്കുന്ന ആൾക്കറിയാം. അപ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ. നമുക്ക് എവിടെ പോയാലും വില ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഞാനൊരു ആക്ടറാണെന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാനൊരു ഡയറക്ടർ ആകാൻ പോകുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ പരിചയപ്പെടാൻ പറ്റില്ല. നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ഈ കോർഡിനേഷൻ പരിപാടി ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നമ്മളൊരു അമ്മ ഷോ നടക്കുന്നു, അപ്പോൾ കറൻ്റ്ലി ഞാൻ എന്ത് ചെയ്യുന്നു അതിലായിരിക്കും എൻ്റെ വാല്യൂ ഇരിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു ശരി നാളെ അവൻ ചിലപ്പോൾ വലിയ കിടലാവുമെന്നോ അല്ലെങ്കിൽ നാളെ അവൻ ആരെങ്കിലും ഒക്കെ ആവുമെന്നോ അങ്ങനെ ആരും ചിന്തിക്കില്ല. അവിടെ ഒരു വിലയില്ലാത്ത രീതിക്കുള്ള ഒരുപാട് പേരുടെ പെരുമാറ്റങ്ങളും എല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും. ഏഷ്യാവിലാണെങ്കിലും ചേട്ടൻ ചെയ്യുന്ന റീൽസ് കോണ്ടന്റ് എന്തെങ്കിലും എന്താണെങ്കിലും ചില സാധനങ്ങൾ ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ടാവും. ഒരു 1.5 മിനിറ്റിലേക്ക് അതെങ്ങനെ ഒതുക്കുന്നു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. 1.5 മിനിറ്റിലേക്ക് ഒതുക്കുന്നത് മാത്രമല്ല ഇമോഷണലി, അപ്പം ഓഡിയൻസിനെ ഇമോഷണലി അത് ഭയങ്കരമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഓഡിയൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ എന്താ പറയാ, ലാലേട്ടൻ കരയുമ്പോൾ കൂടെ കരയുന്നു എന്ന് പറയുന്ന പോലെ ചേട്ടൻ കരയുമ്പോൾ കൂടെ കരയുന്ന ഒരു കുറച്ച് കൂട്ടം ആൾക്കാരെ എനിക്ക് നല്ല രീതിക്ക് അറിയാം. അങ്ങനെ ഒരു സാധനം എങ്ങനെയാ ഇതായി ചെയ്യുന്നത്? ഞാൻ നന്നായിട്ട് സിനിമകൾ കാണുന്ന വ്യക്തിയാണ്. അതിപ്പോൾ ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ലാതെ എല്ലാ രീതിയിലും ഞാൻ സ്ഥിരമായിട്ട് ഫെസ്റ്റിവൽ IFFK ആയിരുന്നാലും അല്ലാതെ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ആയിരുന്നാലും എല്ലാത്തിലും ഞാൻ കാണുന്നതാണ്. അപ്പം ഒരുപാട് സിനിമകൾ കാണുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എവിടെയായിരിക്കും ഇമോഷണൽ കണ്ടന്റ് വർക്കാവുക. പക്ഷെ ഞാൻ ചെയ്ത അത്ര വലിയ ക്വാളിറ്റി വർക്കാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ പറയുകയാണ്, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്കെച്ച് വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു 3 to 8 minutes ആണ് മാക്സിമം ഡ്യൂറേഷൻ വരുന്നത്. അതിൽ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. നമുക്ക് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചിലപ്പോൾ അനുഭവിച്ചതോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ അനുഭവിച്ചായിട്ടുള്ള ചില ഇൻസിഡൻസ് ഉണ്ടാവും. അതാണ് ഞാൻ മെയിനായിട്ട് ടോപ്പിക് ആക്കിയിട്ടുള്ളത്. ചിലരൊക്കെ എന്നോട് പറഞ്ഞ കഥകളും പിന്നെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കഥകളൊക്കെ വെച്ചിട്ടാണ് മിക്കപ്പോഴും ഞാനത് ടോപ്പിക്കാക്കി ശരി എങ്കിൽ ഇതിലൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും പലർക്കും അത് കണക്റ്റ് ആവുന്നത്. എല്ലാവരും പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സാധനമുണ്ട്, റീൽസ് ചെയ്യുന്നവർക്കൊക്കെ സിനിമയിൽ കയറാൻ വളരെ എളുപ്പമാണ്, ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും അതിനോട് യോജിക്കുന്നുണ്ടോ? ശരിക്കും ഈ റീൽസ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആകുന്നവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ഇപ്പം റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ഹാഷർ ടീമിൻ്റെയൊക്കെ വാഴ 2 റിലീസായി. അപ്പോൾ ഇവന്മാർ ഇവിടെ എത്തിപ്പെട്ട ഈ എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് ഇവന്മാർക്ക് ലൈഫ് ഉണ്ടായിരുന്നു. അതിൽ എത്ര പേര് സിനിമ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഓഫ്കോഴ്സ് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇതേപോലെ ഇപ്പോഴും റീൽസിലും അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വീഡിയോസ് ചെയ്തിട്ട് ഇപ്പോഴും രക്ഷപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയവരുടെ സ്റ്റോറി മാത്രമേ നിങ്ങൾക്ക് അറിയാവൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് നല്ലൊരു ക്യാരക്ടർ ഇതുവരെ കിട്ടിയിട്ടില്ല. പറയുമ്പോൾ 5 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടാവുന്നത് അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഞാനൊരു വേഷം ചെയ്തു എന്ന് പറയാനായിട്ടൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ലോകം കാണുന്നതെന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ്. അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആരെ സ്റ്റോറിയും ആരും അങ്ങനെ പൊട്ടി പറയാറില്ല. ചേട്ടൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ദി ആൽഫ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സ്റ്റോറി എങ്ങനെയാണ്, ആരാ അപ്രോച്ച് ചെയ്തത്, ചേട്ടൻ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഒരു എടുത്തു പറയാൻ പാകത്തിനുള്ളൊരു സ്റ്റോറി ആയിരുന്നു ദി ആൽഫ എന്ന് പറഞ്ഞത്. അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ പറയാനുള്ളത്? അതിന്റെ വീഡിയോസ് കണ്ടിട്ടാണ്, അപ്പു എന്നാണ് എൻ്റെ ഡയറക്ടറിന്റെ പേര്. അപ്പോൾ എന്നെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു റോൾ ഉണ്ട്, ഒരു ഓഡീഷൻ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പോയി ഓഡീഷൻ കൊടുത്തു. അപ്പോൾ അവന് വർക്കായി. അങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ നല്ലൊരു ഞാൻ പിന്നെ കുറേ വീഡിയോസ് ചെയ്തതിനു ശേഷം ഞാൻ വിചാരിച്ചു ഇനി ഈ ഷോർട്ട് ഫിലിംസ് വരികയാണെങ്കിൽ സബ് ക്യാരക്ടേഴ്സ് ചെയ്യേണ്ട, നല്ല ലീഡിങ് ക്യാരക്ടേഴ്സ് മാത്രമാണെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം വർക്ക് എന്നുള്ള രീതിക്കായിരുന്നു. അപ്പം അങ്ങനെ നല്ല റോളാണ്, ഇതുവരെ ഞാൻ ചെയ്യാത്ത റോളാണ് അതിൽ കിട്ടിയത്. സാഹസം, ഫ്ലാസ്ക് തുടങ്ങിയ കുറേ സിനിമകൾ, ഈ പറഞ്ഞ സിനിമകളിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ട്? ഫ്ലാസ്കിലാണെങ്കിൽ ഞാൻ ഓഡിഷൻ വഴി അല്ല സെലക്ട് ആയത്. അതിപ്പോൾ നമ്മുടെ ഏഷ്യാവിലുണ്ടായിരുന്നു ജയകൃഷ്ണൻ വഴിയാണ് സെലക്ട് ആവുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഏഷ്യാവിലുള്ള എല്ലാ ആൾക്കാരും, കാജൽ അന്ന് ജോയിൻ ചെയ്തിട്ടില്ല, കാജൽ ഒഴികെ ബാക്കി ഏഷ്യാവിലുള്ള എല്ലാ ആൾക്കാരും ഫ്ലാസ്ക് സിനിമയ്ക്കകത്ത് ചെറുതോ വലുതോ ആയിട്ടുള്ള ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും ഞാൻ ഓഡിഷൻ വഴി സെലക്ട് ആയതാണ്. ഞാൻ പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അതുവഴി സെലക്ട് ആയതാണ്. സാഹസത്തിലായിരുന്നാലും പള്ളിച്ചട്ടമ്പിയിലാണെങ്കിലും പുതിയ അറിവാണ്.
പള്ളിച്ചട്ടമ്പിയിൽ ചെറിയ റോളുണ്ട്. പടം ഇറങ്ങുമ്പോൾ പടത്തിലുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, അത് ഭാഗ്യം പോലെ ഇരിക്കും. എന്നാലും പള്ളിച്ചട്ടമ്പിൽ ഓഡിഷൻ വഴി ഞാൻ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. മൈസൂർ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടൊക്കെ. ഇത് കൂടാതെ ഞാൻ പ്രീ ഡിഗ്രി ചെറിയ ഡിഗ്രി അല്ല എന്ന് പറഞ്ഞിട്ട് റാഫി നമ്മുടെ തങ്കമണിയുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിലും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ അത്യാവശ്യം ഡയലോഗൊക്കെ ഉള്ളൊരു വേഷമായിരുന്നു. തിയേറ്റർ കുറവായതുകൊണ്ട് ആ പടം അങ്ങനെ ആൾക്കാരിലോട്ട് എത്തിയില്ല. ചേട്ടൻ ഇപ്പോൾ ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ്, അഭിനയിക്കും, മർച്ചൻ്റ് നേവിക്കാരനാണ്, ഇങ്ങനെ കുറേ റോളുണ്ട്. ഇതിനകത്ത് ഈ ചേട്ടന് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് റോളാണ്? അഭിനയമാണ് എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിലുപരി എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ ഡയറക്ഷനാണ്. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ടീമിനെ മൊത്തത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഒരു ടീം ലീഡറായിട്ട് നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ മേഖലയും എനിക്ക് അങ്ങനെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഇഷ്ടമല്ല. ഒരു സിനിമ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും കുറച്ച് പരിജ്ഞാനം വേണം. അതുമല്ല ആ മേഖലയിലെല്ലാം വർക്ക് ചെയ്യുന്നവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷേ എനിക്കങ്ങനെ എളുപ്പമല്ലാത്ത പരിപാടികൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഡയറക്ഷനാണ് ഭാവിയിൽ ഒരു പടമല്ല ഒന്നിലധികം പടങ്ങൾ ഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ചെയ്തതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഏതെങ്കിലും വർക്ക് ഉണ്ടായിരുന്നു? കുറച്ച് ടൈം എടുത്ത് ചെയ്ത് ഇപ്പോൾ വേണമെങ്കിൽ ഹണിബി എന്ന് പറഞ്ഞപ്പോൾ സീരീസ് ഇറങ്ങിയില്ല, അത് കുറച്ച് ടൈം എടുത്ത് ചെയ്തതാണ്. ആക്ച്വലി ഹണിബി തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് പള്ളിച്ചട്ടമ്പിയിൽ അങ്ങനെ മൈസൂർ പോയി കഴിഞ്ഞാൽ ഷൂട്ട്. അപ്പോൾ നല്ല ബ്രേക്ക് വന്നു. അപ്പോൾ ഏകദേശം 3 മാസം കൊണ്ടാണ് ഹണിബിയുടെ ഷൂട്ടും ബാക്കി പരിപാടിയൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഡ്യൂറേഷൻ കൂടിയ ഒരു അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഹണിബിയാണ്. ടൈം എടുത്തെങ്കിലും നല്ലോണം ഇതിന് ചെയ്യാൻ പറ്റി എന്ന് കമൻസുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. കണ്ട ഒരുപാട് പേര് പറഞ്ഞു കൊള്ളാം, നല്ല വർക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരാളുടെ മുമ്പ് പറയാൻ പറ്റും ഹണിബിയുടെ ഡയറക്ടർ ഞാനാണ് എന്നെനിക്ക് പറയാൻ പറ്റും. ചേട്ടൻ ചെയ്തിട്ടുള്ള വർക്ക്സിൽ എനിക്ക് തിരുത്തണം എന്ന് തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് എല്ലാ വർക്ക് കഴിഞ്ഞിട്ടും അതിൻ്റെ ഔട്ട് കാണുമ്പോൾ ഞാൻ ചിന്തിക്കും ആ ഷോട്ട് കുറച്ച് മാറ്റി വയ്ക്കായിരുന്നു, അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് തോന്നും. അങ്ങനെ തോന്നണം ശരിക്കും. അല്ലാണ്ട് നമ്മളിപ്പോൾ ചെയ്ത വർക്ക് ഓക്കെ ആണ്, അതിന് മേളിലോട്ട് ഇനി ഒന്നുമില്ല എന്നും പറഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ല. ഇമ്പ്രൂവ് ചെയ്യണം. നമുക്ക് ഇപ്പം ആക്ടിങ്ങിൻ്റെ ബേസിനായിരുന്നാലും ഡയറക്ഷൻ ബേസിനായാലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിരുന്നാലും നമ്മുടെ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കത്തിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടണമെങ്കിൽ തേക്കണമെന്ന് പറയൂലേ, അതുപോലെ തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കി ഡയറക്ടേഴ്സിന് ഫീൽ ആവൂലേ. എന്നാലും എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു ഡയറക്ടർ ഉണ്ടാവൂലേ? എനിക്ക് ദിലീഷ് പോത്തനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താ? പുള്ളിക്കാരൻ്റെ ഒരു റോ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ദിലീഷ് പോത്തൻ സാറിൻ്റെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പ്രിയദർശൻ സാറിൻ്റെ സിനിമകൾ കുട്ടിക്കാലം മുതലേ കാണുന്നതുകൊണ്ട് പുള്ളിക്കാരൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ള അംഗീകാരമായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത്? ഫ്യൂച്ചർ പ്ലാൻസ് സിനിമകൾ ചെയ്യണം, ഒരുപാട് സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ മേഖലയിൽ കുറച്ച് മുൻനിരയിലോട്ട് വരണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കറന്റ്ലി സ്റ്റോറീസ് ബൈ ഒറിജിനൽസിൽ ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? അവിടുത്തെ ഒരു മൊത്തത്തിൽ പുതിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വർക്ക് ചെയ്ത് മുമ്പോട്ട് വരുന്നു. പിന്നെ അതിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ടെക്നീഷ്യന്മാരാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്രീഡം ഉണ്ട്, പിന്നെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്കിൽ എനിക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ആവാം, കുറച്ച് അഭിപ്രായങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ചേട്ടന് ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്പേസ് ഒക്കെ ഏതായിരുന്നു? എൻ്റെ കോളേജ് 2021 ഞാൻ കോളേജ് പഠനം കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോഴേ ചെറുപ്പം മുതൽ സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം മണ്ടേ കിടപ്പുണ്ട്. അപ്പം വീട്ടുകാരോട് ആദ്യം പറഞ്ഞ് എനിക്ക് സിനിമ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. സിനിമയിൽ പോയി കഴിഞ്ഞാൽ ജീവിതം തുലഞ്ഞു പോകും എന്നുള്ള ഒരു ഇത്. പിന്നെ ആർക്കും വലിയ ഗ്രാഹ്യമില്ല, എനിക്ക് പോലും നല്ല ഗ്രാഹ്യമില്ലായിരുന്നു. അപ്പം എനിക്കും കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പുറലോകമായിട്ട് ബന്ധപ്പെടാനുള്ള മീഡിയ എന്ന് പറഞ്ഞാൽ പത്രമായിരുന്നു. അന്ന് ഫോണില്ല എൻ്റെ കയ്യിൽ. എനിക്ക് 2021 ശേഷമാണ് എൻ്റെ കയ്യിലൊരു നല്ല ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു ഫോൺ ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തതാണ്. അത് കാറ്ററിങ്ങിന് പോയാണ് ഞാൻ ഏൺ ചെയ്ത് വാങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ട് നെറ്റ് കഫേയിൽ കഫേ പോകുന്നത് കോയമ്പത്തൂർ പഠിക്കാൻ പോയി. ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്. കോയമ്പത്തൂർ പോയതിനു ശേഷം ഫസ്റ്റ് ഇയറിലാണ് ഞാൻ ആദ്യമായിട്ട് നെറ്റ് കഫേയിൽ പോയിട്ട് സിനിമ എങ്ങനെ പഠിക്കാം എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും അപ്പോൾ അതിനൊക്കെ ഗ്രാജുവേഷൻ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അതിനു മുമ്പ് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു ഏതെങ്കിലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ KR ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എവിടെയെങ്കിലും ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതെങ്കിലും ഫിലിം റിലേറ്റഡ് കോഴ്സ് എടുത്ത് പഠിക്കാനായിരിക്കും ഞാൻ ആദ്യം താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജനിച്ച് ജീവിച്ചതൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. അത് പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ആകെ ഒരു മീഡിയം മാതൃഭൂമിയുടെയോ മലയാള മനോരമയുടെ ഒക്കെ പത്രം മാത്രമാണ്. അപ്പോൾ അതിൽ നോക്കാൻ നേരത്ത് മെർച്ചൻ്റ് നേവി കോഴ്സുകളും പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ എൻട്രൻസ് എഴുതാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് സാറ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ബിജു പത്മനാഭൻ സാറാണ് എനിക്ക് കോഴ്സ് ഇങ്ങനെ ഉണ്ട്, അത് പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 4 വർഷങ്ങൾ ഞാൻ അതിന് പക്ഷേ ഫീസ് കൊടുത്താണ് പഠിച്ചത്. അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരുന്നു. എനിക്കൊരു ഏകദേശം ഒരു 8-9 ലക്ഷം രൂപ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്കൊരിക്കലും പഠിത്തത്തിൽ ഉഴപ്പാനും പറ്റത്തില്ല എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു 85% മാർക്കിനോട് കൂടി തന്നെയാണ് പാസ്സായത്. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓർക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ പോയി കഴിഞ്ഞാൽ സിനിമയിൽ വരാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ 2-3 ഇൻ്റർവ്യൂസ് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്തു. അതിപ്പം സിനർജി അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, DMICO എന്ന് പറഞ്ഞ വേറൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയിൽ അറ്റൻഡ് ചെയ്തു. സിനർജിയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വൈവയിലാണ് 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ഫെയിലായി. അങ്ങനെ തിരിച്ചു വന്നു. അത് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി തന്നെ ഏകദേശം 5-6 പേർക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. അതിലൊരാൾ ഞാനായിരുന്നു. എന്നിട്ട് വൈവയിൽ ഞാൻ ഫെയിലായി. അങ്ങനെ DMICO എന്ന് പറഞ്ഞ വേറൊരു കമ്പനി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിന് പോയി 10 പേര് പോയതിൽ 9 ആൾക്കാർ സെലക്ട് ആയി, ഞാൻ മാത്രം റിജക്റ്റ് ആയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പേര് പോലും എഴുതാൻ നടത്തുന്നവരുണ്ടായിരുന്നു, അവന്മാരുടെ സെലക്ട് ആയി എന്നുള്ളതാണ്. സെക്കൻഡ് ടൈമിൽ ഞാൻ പോയി. സെക്കൻഡ് ടൈമിൽ കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒന്നും കൂടെ റീഅറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ വേറെ കുറച്ച് ജൂനിയേഴ്സിൻ്റെ കൂടെ ഞാൻ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പോയി. കംപ്ലീറ്റ് ഞാൻ തറവായിട്ട് പഠിച്ചിട്ടാണ് പോയി. ഇനി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഉത്തരം എഴുതാം എന്നുള്ള രീതിയിൽ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ട് ഇരിക്കുക. അപ്പം പുറകെ നിന്ന് ഒരു ഇപ്പോഴും പുള്ളിക്കാരുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ക്യാപ്റ്റൻ മേത്താന്നാണ് പേര്, ക്യാപ്റ്റനാണ് പുള്ളി. പുള്ളി എന്ന് പറഞ്ഞു യു ആർ നോട്ട് സപ്പോസ് ടു റൈറ്റ് ദിസ് എക്സാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ലാസ്റ്റ് ടൈം യു ഹാവ് അറ്റൻഡ് ദ എക്സാം സോ ദിസ് ടൈം യു ക്യാൻ അറ്റൻഡ് ദ എക്സാം എന്ന് പറഞ്ഞു. ഞാനപ്പം ഫുൾ കോൺഫിഡൻറ്റ് ഇരിക്കുക, പാസ്സാവും ഇപ്പോൾ പാസ്സാവും എന്ന് പറഞ്ഞിരിക്കുക. പറഞ്ഞു എന്നെ അങ്ങനെ എഴുതിച്ചില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ അനന്തു എന്ന് പറയുന്നുണ്ട്, പുള്ളിയും ഞങ്ങൾ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള പിള്ളേഴ്സിനെ കൊണ്ട് ജൂനിയേഴ്സിനെ കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യിപ്പിച്ചു. അവരൊക്കെ തിരിഞ്ഞ് ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ കൈ കൊണ്ട് 4-ാമത്തെ 1-ാമത്തെ 3-ാമത്തെ എന്നൊക്കെ ഉത്തരം പറഞ്ഞു കൊടുത്തു. അവരെല്ലാവരും പ്ലേസ്ഡ് ആയി. അപ്പോൾ എനിക്കൊരു റീകോൾ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നു, എൻ്റെ അല്ലേ എൻ്റെ പരിപാടി എന്നുള്ള രീതിയിലൊരു തോട്ട് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ശരി. ആക്ച്വലി മുംബൈയിലായിരുന്നു എക്സാം. മുംബൈയിൽ നിന്ന് തിരിച്ചു ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താലോ വിചാരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്നൊരു തോട്ട് വരികയാണ്, ഇതല്ല പരിപാടി, ഇതല്ല നിൻ്റെ പരിപാടി, ഇതല്ല എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പം മനസ്സിലാക്കാം ശരി എങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ പ്രൊഫഷനൊക്കെ മാറ്റി നിർത്താം, എന്താണോ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ. അപ്പോഴെനിക്ക് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലേബർ ഇന്ത്യയുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ഒരുപാട് സ്പീച്ച് ഇട്ടിട്ടുണ്ട്, അവനവൻ്റെ പാഷനെ ഫോളോ ചെയ്യുക എന്നുള്ള സാധനമൊക്കെ. അപ്പോൾ അതൊക്കെ എൻ്റെ മണ്ടേ കിടന്ന് കറങ്ങിയിട്ട് ശരി ഞാൻ വിചാരിച്ചു എങ്ങനെയാണെങ്കിലും പാഷനെ ഫോളോ ചെയ്യുക. അങ്ങനെയാണ് സ്വന്തം അന്ന് ടിക്ടോക്കൊക്കെ ഭയങ്കര റീച്ചിലേക്കുന്ന സമയമാണ്. അങ്ങനെ ടിക്ടോക്ക് വീഡിയോസ് ചെയ്തു തുടങ്ങി. വീട്ടുകാരൊക്കെ പോകുമ്പോൾ ഞാൻ കൊലയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, വാഴക്കൊലയും അങ്ങനെയൊക്കെ എടുത്തോണ്ട് മേക്കപ്പ് കിറ്റൊക്കെ ആയിട്ട് ടെറസിൻ്റെ പോയിരുന്നിട്ട് ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവരും കളിയാക്കും, എന്താടാ കാണിക്കുന്നത് ഇവിടെ, നിനക്ക് ഭ്രാന്താണോ. വീഡിയോസ് കഴിയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഡിമോട്ടിവേറ്റ് ചെയ്യും. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് ആദ്യം ചെയ്യാൻ നേരത്തെ എല്ലാ ആൾക്കാരും ഈവൻ ജിമ്മിൽ പോകുമ്പോൾ പോലും കളിയാക്കും. ആദ്യം ഡബ് സ്മാഷ് പോലത്തെ വീഡിയോസ് ചെയ്തു തുടങ്ങി. പിന്നെ സ്വന്തമായിട്ട് എഴുതി ഞാനും അനു എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനുണ്ട്, അത് ഗോളം സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളി ഇപ്പം സിനിമയിൽ ആക്റ്റീവാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയാണ്. പുള്ളിക്കാരനൊക്കെ സിനിമകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ക്രൂവിലുള്ള കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ അനു ഞാനൊക്കെ ചേർന്നിട്ട് ആദ്യമായിട്ട് ഓൺ വോയിസ് കണ്ടന്റുകൾ ചെയ്തു തുടങ്ങി. അത് ടിക്ടോക്കിൽ അത്യാവശ്യം റീച്ച് കിട്ടി. ഏകദേശം ഒരു 60K ഒക്കെ പ്രൊഫൈലിലായപ്പോൾ ടിക്ടോക്ക് നിരോധിച്ചു. അങ്ങനെ എവിടെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലാതെ അവ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നിഖിലന എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിപ്പുഴു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, വെഞ്ഞാറോട് വയസ്സാണ് അവർ. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് എടാ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ, അപ്പം നമുക്ക് യൂട്യൂബ് ചാനൽ ചെയ്യാനുള്ള വീഡിയോ നമുക്ക് ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ യൂട്യൂബ് ചാനൽ അവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലിങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്താൽ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അനുവാണ് ആദ്യം ജോയിൻ ചെയ്തത്. അപ്പോഴും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഞാനിങ്ങനെ വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കാം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത് ഞാനപ്പോൾ. അങ്ങനെ അനു വിളിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിപ്പുഴിൻ്റെ ചാനൽ ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചെറിയ വീഡിയോസ് ചെയ്ത് തുടങ്ങി. 20K ഉണ്ടായിരുന്ന അവരുടെ യൂട്യൂബ് ചാനൽ ഞാൻ കുഞ്ഞിപ്പുഴു എന്ന് ഇറങ്ങാൻ നേരത്ത് 1 മില്യൺ ക്രോസ് ചെയ്തു. നമ്മൾ ഒരുപാട് വർക്ക് എഴുതി. വെഞ്ഞാറമുട്ടിൽ ഐശ്വറായി എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഞാൻ സ്വന്തമായിട്ട് എഴുതി. അത് ചെയ്തത് സഞ്ജു ലക്ഷ്മിനെ വെച്ചിട്ടാണ്. സഞ്ജു ലക്ഷ്മി അറിയായിരിക്കും അടൂരുള്ള. അപ്പോൾ അത് വലിയൊരു സക്സസ് ആയിരുന്നു. അതിൻ്റെ 5 എപ്പിസോഡും 1 മില്യൺ ക്രോസ് ചെയ്ത, യൂട്യൂബിൽ 1 മില്യൺ ക്രോസ് ചെയ്ത എപ്പിസോഡ്സാണ് 5 വെഞ്ഞാറുള്ള ഐശ്വറായിലെ. പിന്നെ കുറച്ച് കാരണങ്ങളുണ്ട് എനിക്ക് അടൂര് പോകണം. സഞ്ജു ലക്ഷ്മിയിൽ അവർ വിളിച്ചിട്ട് സഞ്ജു ചേട്ടൻ പറഞ്ഞു എങ്കിൽ നമ്മളെ കൂടെ വാടാം, നമുക്ക് കുറച്ച് വർക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോയി നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് കയ്യിൽ ഇൻകം എന്ന് പറയുന്ന സംഭവം, പ്രായം 24 വയസ്സായി. അപ്പോൾ ഇൻകം ഒരു മാറ്ററായി വരുമ്പോൾ ഒരു 3000-4000 രൂപ കൊണ്ട് ഒരു മാസം എന്തായാലും പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത് വന്നപ്പോഴാണ് ഞാൻ ഇപ്പം വേറൊരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നത്. മഴവിൽ മനോരമയിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലോട്ട് വരുന്നത്. കാരണം കൊച്ചിയിലോട്ട് വരാൻ എപ്പോഴും എനിക്ക് ആഗ്രഹമായിരുന്നു. അതായത് സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും കൊച്ചി തന്നെയാണ്. സീരിയലൊക്കെ ആണെങ്കിൽ ട്രിവാൻഡ്രം എന്ന് പറയുന്ന പോലെ സിനിമാക്കാർക്കെല്ലാം കൊച്ചിയിൽ വന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള തോട്ട് വന്നതുകൊണ്ട് ഞാനും എങ്ങനെയെങ്കിലും, അപ്പോൾ ശമ്പളം നോക്കിയില്ല, ചെറിയ ശമ്പളമാണെങ്കിൽ കൂടി എങ്ങനെയെങ്കിലും കൊച്ചിയിൽ വരണം, ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിക്കായി.
അപ്പം ഞാൻ എനിക്കിട്ടിരുന്ന ഒരു പ്രായപരിധി എന്ന് പറഞ്ഞാൽ 28 വയസ്സിനകത്ത് ഏതെങ്കിലും ഒരു പടത്തിലെങ്കിലും കയറണം എന്നുള്ള രീതിയാണ്, എങ്ങനെയെങ്കിലും ഒരു പടമെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഞാൻ 28 വയസ്സായപ്പോൾ ഞാനിപ്പോൾ ഒരു 4 പടം ചെയ്തു. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റാണ്. അപ്പോൾ അത് കൊച്ചി വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. കൊച്ചിയിൽ വന്ന് കോൺടാക്ട്സ് ഉണ്ടാക്കുകയും ഓഡീഷൻ അറ്റൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അത് തന്നെയാണ് സിനിമകൾ ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ് കൊച്ചിയിൽ മഴവിൽ മനോരമയിൽ വന്നത്. മഴവിൽ മനോരമയിൽ ആദ്യം ബമ്പർശീലായിരുന്നു, പിന്നെ ഉടമണത്തിലോട്ട് മാറി. ഒരുപാട് കോൺടാക്റ്റുകൾ കിട്ടി. ഈവൻ സുരാജ് ചേട്ടൻ എൻ്റെ നാട്ടുകാരനാണെങ്കിൽ കൂടി ഞാൻ ഈ അമ്മായിയുടെ ഷോയിലാണ് സുരാജ് ചേട്ടൻ നേരിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ പിന്നെ ലാലേട്ടനായിട്ട് ഫോട്ടോ എടുത്തു, ലാലേട്ടനായിട്ട് സംസാരിച്ചു, മമ്മൂക്കായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ മഴവിൽ മനോരമയിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് മഴവിലിൽ നിന്ന് ഈ അമ്മാ ഷോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു സിനിമയുടെ റൈറ്റിംഗ് പരിപാടിയായിട്ട് പോയി. അവിടെ ആയിരുന്നു പ്രീ പ്രൊഡക്ഷൻ പരിപാടിയൊക്കെ ഇരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും അടൂരായിരുന്നത്, വീണ്ടും കൊച്ചി എന്നെ മാടി വിളിച്ചു. അങ്ങനെ വീണ്ടും കൊച്ചിയിലോട്ട് വരണം എന്നുള്ള രീതിയിൽ, ഇനി എന്നാൽ ശരിയാവില്ല, വീണ്ടും കൊച്ചി പോകണം എന്നുള്ള രീതിയിൽ. ഒരിക്കലും നമുക്കൊരു ആക്ടിങ് അല്ലെങ്കിൽ ഒരു ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സിനിമയുടെ ബാക്കിൽ ഒരുപാട് നാൾ പിടിച്ചിരിക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് ഒരിക്കലും വീർപ്പൂട്ടലായിരിക്കും. ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരണമല്ലോ എന്നൊരു ഇതുപോലെ. അപ്പം എൽസൺ ചേട്ടൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞാൻ എൽസേട്ടനെ വിളിച്ച് ചോദിച്ചു, എൽസേട്ടൻ എന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ നീ ഒന്ന് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു, ഓക്കെ സെലക്റ്റഡായി. അങ്ങനെയാണ് ഞാൻ ഏഷ്യാവിൽ എത്തുന്നത്. ഇപ്പോൾ സ്കൂൾ ടൈംസിൽ തിയേറ്റേഴ്സ് ചെയ്തു. സ്കൂളിൽ 1 മുതൽ 4 വരെ പഠിച്ചത് PT LP കുമ്പളത്ത് എന്ന് പറയുന്ന സ്കൂളിലാണ്. കാക്കക്കുന്നാണ് സ്ഥലത്തിന്റെ പേര്. കാക്കക്കുന്ന് എന്ന സ്ഥലത്തിന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാകും എത്ര റൂറലാണെന്ന് മനസ്സിലാക്കണം. PT ആണല്ലോ, പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അപ്പം അതിൽ ഡ്രാമയൊക്കെ വരാൻ എൻ്റെ അമ്മ ഡ്രാമ ചെയ്തിട്ടുണ്ട്, അവിടെ ഡ്രാമ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ അപ്പൂപ്പൻ ബാലേക്കാരനാണ്. അപ്പം ആ ഒരു ജനറ്റിക്കലി എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം. പിന്നെ എൻ്റെ അച്ഛൻ നല്ല സിനിമ പ്രാന്തനാണ് കേട്ടോ. അച്ഛൻ പണ്ടേ സിനിമ കാണുന്നു. എന്നെ ഡെലിവറിക്ക് അമ്മയെ ലേബർ റൂമിൽ കയറ്റിയ സമയത്ത് അച്ഛൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കഥ ഞാൻ ഏഷ്യാവിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പണ്ട് ഭയങ്കര സിനിമക്കാരനാണ്. അച്ഛൻ സുഹാസിനിയുടെയൊക്കെ വലിയ ഫാനായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ വലിയൊരു സുഹാസിനി വലിയൊരു പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അമ്മ കത്തിച്ചളഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഡ്രാമ എഴുതി. 3ാം ക്ലാസ്സിൽ ഡ്രാമ എഴുതി എൻ്റെ കൂടെ പഠിച്ചവന്മാരെ കൊണ്ട് തന്നെ ചെയ്യിച്ച്, അതിപ്പോഴും ഓർമ്മയുണ്ട്. കാവ്യക്കുള്ള പ്രേമലേഖനോ അങ്ങനെ എന്തൊരു നാടകം. അത് ജസ്റ്റ് എന്തൊക്കെയോ അപ്പം കാണിച്ച എന്തൊക്കെയാണ് ബ്ലണ്ടർ പരിപാടിയാണ്. പക്ഷെ അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത്, ഞാൻ ഡയറക്ഷൻ ചെയ്ത്, ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യിച്ചു. പിന്നെ +1 +2 വന്നപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പണ്ട് ഡാൻസ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഓവറോൾ അടിക്കാൻ വേണ്ടി, അതായത് മെൻസിൻ്റെ ഭരതനാട്യത്തിന് പങ്കെടുക്കാൻ ആളുകൾ വളരെ കുറവാണ്, 1 2 പേരേ ഉള്ളൂ എന്നുള്ള രീതിക്ക് ഞാൻ ഒരു മാസം കൊണ്ട് ഭരതനാട്യം പഠിച്ചിട്ട് പോയി പെർഫോം ചെയ്ത് അതിൽ സെക്കൻഡ് മേടിച്ചു. അങ്ങനെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ പല മേഖലയിൽ കൈകടത്താൻ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടനെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ എവിടെ ഇല്ല, ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്ത് ഏത് വീഡിയോയുടെ പേരിലായിരിക്കും? നമ്മൾ വിചാരിക്കാത്ത ഒരാൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം, വിചാരിക്കാത്ത ഒരാൾ നീ അത് ചെയ്തത് നന്നായിട്ട് നല്ല രസമുണ്ടായി കാണാൻ, അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ഭയങ്കര കാര്യമായിട്ടുള്ളൊരു മെമ്മറി ഉണ്ട്? കാര്യമായ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ആദ്യം മുമ്പ് വീഡിയോസ് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിനക്കുന്നതിനൊന്നും കഴിവില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ഒരാൾ ഏഷ്യാവിലൊക്കെ അത്യാവശ്യം സ്വന്തം പേരിൽ എസ്റ്റാബ്ലിഷ് ആയി വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കൊള്ളാം, ആ പരിപാടി കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നിനക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത് പോരട എന്നുള്ള രീതിക്ക് നീ ഭയങ്കര ഓവറാണ് എന്ന് ഇപ്പോഴും ഞാൻ നല്ലതാണെന്ന് പറയുന്നില്ല ഇപ്പോഴും, എന്നാലും നീ അത് നിനക്ക് പറ്റില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞ ഒരാൾ കൊള്ളാം, നിന്റെ പരിപാടി കൊള്ളാം എന്ന് ഞാൻ തോളി തട്ടി പറഞ്ഞപ്പോൾ അതൊരു അംഗീകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഈ അരികെ എന്ന് പറഞ്ഞൊക്കെ ഒരു വീഡിയോ, അതിപ്പോൾ ഞാനൊരു ഡയറക്ഷൻ ചെയ്ത് ഞാൻ അഭിനയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ പെർഫോമൻസ് നന്നായിട്ടുണ്ടെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമകളിൽ ഇപ്പം ഓണമൂട് നമ്മുടെ സാഹസ സിനിമയിലൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു എന്നെ വെച്ച് പറയാൻ തുടങ്ങി, അവൻ എൻ്റെ നാട്ടുകാരനാണ്, അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് എന്നുള്ള രീതിക്ക്. അതുവരെ മൈൻഡ് ചെയ്യാതിരുന്ന ആൾക്കാർ പറഞ്ഞ് കേട്ടറിയും, അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മെസ്സേജ്. ചിലർ പറയും എൻ്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചില്ല, ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മളെ ഇപ്പോഴും ചിലരൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ചേട്ടൻ ഇപ്പോൾ ഭയങ്കര ഡ്രീം ആയിട്ട് കൊണ്ടു നടക്കുന്ന കുറെ കാര്യങ്ങളാണല്ലോ. ഒന്നാണ് സിനിമ. ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന സിനിമാസ് ഏതൊക്കെയാണ്? അപ്പോകാലിപ്റ്റോ, മെൽ ഗിബ്സൺ ഡയറക്ഷൻ ചെയ്ത പടമാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. അതൊരു 2002 റിലീസായത്. ആ പടം ശരിക്കും എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് എനിക്കിപ്പോഴും വണ്ടറാണ് പടം. അത് ശരിക്കും പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പോലും മായൻ എന്ന് പറഞ്ഞ ലാംഗ്വേജാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് അവർ തന്നെ ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത് അത് ആർട്ടിസ്റ്റുകളെ പഠിപ്പിച്ച് അവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ചാണ് ആ പടം ചെയ്തിരിക്കുന്നത്. അത് ലൊക്കേഷൻസ് ആണെങ്കിലും അതിൽ യൂസ് ചെയ്തേക്കുന്ന ഷൂട്ടിംഗ് മെത്തേഡ്സ് ആണെങ്കിലും ഇപ്പോഴും വണ്ടറാണ്. അതിൻ്റെ BTS ഒക്കെ ഞാൻ എപ്പോഴും എടുത്ത് കാണാറുണ്ട്. പടം ഈ പടം എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വണ്ടറായിട്ട് തോന്നിയൊരു പടമാണ് അപ്പോകാലിപ്റ്റോ.
അതുപോലെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ വാനപ്രസ്ഥം ഒരു വണ്ടറാണ്. അത് ലാലേട്ടന് ഒരു അവാർഡ് കിട്ടിയത് എന്നുള്ളതല്ല, ഷാജിയൻ കരുൺ സാറാണ് അത് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അത് 99 തോന്നുന്നു, 1999 ഇറങ്ങിയത് തോന്നുന്നു. അപ്പോൾ അതിൽ ചില ടെക്നിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ട്രാൻസിഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? അതിൽ കുറച്ച് ട്രാൻസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഈ ചെണ്ടക്കോലൊക്കെ എടുത്ത് എറിയാൻ നേരത്ത് ആ ചെണ്ടക്കോല ഫ്ലിപ്പ് ചെയ്ത്, അത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത് പടം. ഇപ്പം ഡിജിറ്റലാണെങ്കിൽ പിന്നെ ട്രാൻസിഷൻസ് ഓക്കെയാണ്. അപ്പോൾ ഇത് കറങ്ങി ചെന്ന് ലാലേട്ടൻ്റെ കാലിൽ ചെന്ന് ഇടിച്ചിട്ട് ലാലേട്ടൻ ഗേറ്റിനോട് തിരിഞ്ഞു നോക്കുന്ന സീനുണ്ട്. അത് ലാലേട്ടൻ്റെ കുട്ടിക്കാലത്ത് ചെണ്ട പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി എടുത്ത് കോലെറിയുന്നത്. അതുപോയി ഇപ്പം ട്രാൻസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ അർജുനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതും ഫിലിം ക്യാമറയിൽ എങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു വണ്ടർ പരിപാടിയാണ്. അത് മലയാളത്തിലായിരുന്നാലും എല്ലാ ലാംഗ്വേജിലായിരുന്നാലും വണ്ടർ ചെയ്യിപ്പിച്ച ഇതെങ്ങനെ ചെയ്തു എന്ന് നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരുപാട് പടങ്ങളുണ്ട്. ഈ ആളുടെ കൂടെ വർക്ക് ചെയ്യണം. ലാലേട്ടൻ മമ്മൂക്കായൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. അത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇവരുടെ കൂടെ വർക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമായിട്ടുള്ള ഏതെങ്കിലും ആക്ടേഴ്സ്? ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമാണ്. അതിപ്പം എല്ലാ ലെജൻസും കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് എപ്പോഴും ആഗ്രഹമാണ്. കാരണം ഇതിപ്പോൾ മമ്മൂക്കയെ സംബന്ധിച്ചാണ്, മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ നിന്ന് കയറി വന്ന് ഡിജിറ്റൽ യുഗത്തിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. അപ്പം അവരെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ഓരോ ഫോർമാറ്റിലാണ്. ഇപ്പം ഫിലിം ക്യാമറ റോൾ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന പോലെ അതിൽ നമ്മൾ ചെയ്യുന്ന ഒരു പെർഫോമൻസ് അല്ല ഡിജിറ്റൽ യുഗത്തിലോട്ട് വരുമ്പോൾ ചെയ്യേണ്ടത്. ജഗതി സാറ് പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഓരോ ക്യാമറയ്ക്കും ഓരോ രീതിക്കാണ് അഭിനയിക്കേണ്ടത്. അവരെ കൂടെയൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റെ വ്യത്യസ്തമായ ആക്ടിങ്ങിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. അപ്പം അതിൽ ആ ലെജൻസിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം. അഭിനയിക്കാൻ പറ്റാതെ മുരളിച്ചേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പം ഇല്ല. അങ്ങനെ ഒരുപാട് പേര് ഇല്ല. എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ട്. അങ്ങനെയാണ് ഈ ചേട്ടൻ ഇപ്പോൾ ഫിലിം മേക്കിങ്ങിലേക്കും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പം ചേട്ടൻ്റെ പടം ചെയ്യും എന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. ആ ചെയ്യുന്ന പടത്തിൽ ചേട്ടൻ എന്ത് സ്റ്റോറിയാണ് പുറത്തേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഈ പഴയ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ ആരും പറയാത്ത കഥ മിത്തുകളൊക്കെ ഉണ്ടല്ലോ ചില. ഇപ്പോൾ കാന്താരയിലൊക്കെ ചില മിത്തൊക്കെ എടുത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്താൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ പച്ചയായ പടങ്ങൾ, ദിലീഷ് പത്തനൊക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തെ, അല്ലെങ്കിൽ ആഷിക അബു ഒക്കെ ചെയ്യുമ്പോഴത്തെ പച്ചയായ പടങ്ങൾ. ഇതേപോലെ ഞങ്ങൾ ചേട്ടൻ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് ആ പടം കാണാൻ പറ്റട്ടെ എന്ന് ഇതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ വന്നതിനും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്തതിനും താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ.